നമസ്കാരം, ടാക്സ്മാൻ സൊല്യൂഷൻസിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യണത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പുതിയ നോട്ടിഫിക്കേഷനാണ്. 2014-15 തൊട്ട് 2018-19 വരെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാത്ത ടാക്സ് പേയേഴ്സിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക. അപ്പോൾ എന്താണ് ആ ബെനിഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എനിക്കൊരു പ്രചോദനമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത് വൺ ടൈം റിലാക്സേഷൻ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ടാക്സ് റിട്ടേൺസ് ഫോർ അസസ്മെൻറ്റ് ഇയേഴ്സ് 2015-16 to 2019-20 which are pending due to non-filing of ITR V form and processing of such returns. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത ശേഷം വെരിഫൈ ചെയ്യാൻ വിട്ടുപോയ ടാക്സ് പേയേഴ്സിനാണ് ഈ ഒരു റിലാക്സേഷൻ വന്നേക്കുന്നത്. സബ്മിറ്റ് ചെയ്ത ശേഷം വെരിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോഴും വെരിഫൈ ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. 6 വഴി കൂടെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ത്രൂ ആധാർ OTP. പിന്നെയെന്ന് പറയുന്നത് ബൈ ലോഗിങ് ഇൻ ടു ഫയലിംഗ് അക്കൗണ്ട് ത്രൂ നെറ്റ് ബാങ്കിങ്. അതേപോലെ തന്നെ ഒരു പ്രീ വാലിഡേറ്റഡ് ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ EVC SMS ആയിട്ട് കിട്ടും. അങ്ങനെയും വെരിഫൈ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഒരു പ്രീ വാലിഡേറ്റഡ് ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിലും. പിന്നത്തെ മെത്തേഡ് ബാങ്ക് ATM വഴിയും വെരിഫൈ ചെയ്യാം. ഇനി ഈ 5 മെത്തേഡും പറ്റില്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് റിട്ടേൺ നമുക്ക് ഒപ്പിട്ടിട്ട് CPC ബാംഗ്ലൂരിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പോഴും വെരിഫൈഡ് ആവും. പിന്നെ ഇതിൽ പറഞ്ഞേക്കണത് വെരിഫിക്കേഷൻ സെപ്റ്റംബർ 30 തീർന്നിരിക്കണം. ഏത് മെത്തേഡിൽ കൂടി ആയാലും സെപ്റ്റംബർ 30 വെരിഫിക്കേഷൻ നടന്നിരിക്കണം. അയച്ചു കൊടുക്കുകയാണെങ്കിൽ 30 അവിടെ എത്തണം. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ് ടാക്സ് പേയർക്ക് ലഭിക്കാതെ വരുന്ന ഒരു കണ്ടീഷനുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു ടാക്സ് പേയർക്കെതിരെ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ആൻ ആക്ഷൻ ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ്, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കില്ല. അതുപോലെ തന്നെ ഇങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞ ടാക്സ് പേയേഴ്സിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ 31/12/2020 പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ റീഫണ്ട് കിട്ടാനുണ്ടെങ്കിലും ഇൻകം ടാക്സിൻ്റെ നിയമം അനുസരിച്ച് അവർക്ക് ആ റീഫണ്ടും കിട്ടും. അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സ് ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തില്ല എങ്കിൽ സെപ്റ്റംബർ 30 വെരിഫൈ ചെയ്തില്ല എങ്കിൽ അവരുടെ ആ സബ്മിറ്റ് ചെയ്ത ഇൻകം ടാക്സ് റിട്ടേൺ ഇൻവാലിഡേറ്റ് ആയി പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിച്ചാൽ നിങ്ങൾ ആ വർഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് വരിക. അതിനനുസരിച്ചിട്ടുള്ള നോട്ടീസസും കോൺസിക്വൻസസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുനിന്നുണ്ടാകും. വെരിഫിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറുക. കയറിയ ശേഷം റൈറ്റ് സൈഡിൽ ലോഗിൻ ഹിയർ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് യൂസർ ID പാൻ അടിക്കുക. പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ ക്യാപ്ച അതും അടിച്ചു കൊടുക്കുക. അത് അടിച്ച ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡിൽ തന്നെ വെരിഫൈ റിട്ടേൺ ഡാറ്റ ഓഫ് പ്രീവിയസ് ഇയേഴ്സ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് വെരിഫൈ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. ഇനി ഡാഷ്ബോർഡിൽ നിന്നല്ലാതെ മൈ അക്കൗണ്ടിൽ വെരിഫൈ റിട്ടേൺ ഡാറ്റ ഓഫ് പ്രീവിയസ് ഇയേഴ്സിൽ ക്ലിക്ക് ചെയ്താലും സെയിം വിൻഡോയിലേക്ക് തന്നെ വരും. ഇവിടുന്നും വെരിഫൈ ചെയ്യാം. ഇപ്പോൾ എനിക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നോ റിട്ടേൺസ് പെൻഡിങ് ഫോർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസരം കളയരുത്. സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്
ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.